കാട്ടിയതാട്ടാ അച്ചടാ നന്നായിട്ടൊരു ഇത് ഉണക്കായി. അതിനേക്കാളും കുറച്ച് ഉണക്കം കുറവത്. അതല്ല എത്ര ആണാണ് എത്ര പെണ്ണാണെന്ന് അറിയണ്ടേ. ശരിക്കും പറഞ്ഞ എന്താ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അടിയിലൊരു ബ്രൗൺ കളർ എന്ന് പറയുന്നത് ഇതേപോലെ പുള്ളിൻ്റെ അത്യാവശ്യം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. എന്താ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടാ അല്ലു എന്നാ പണിയേ അല്ലു എന്താ കഴിച്ചോ. നമ്മുടെ അല്ലു ഇപ്പം വണ്ടിയുടെ മുകളിലായാലും ഇരിക്കുകയാണെങ്കിൽ അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കുക. കാരണം അവൾക്ക് താഴത്ത് വെച്ച് കൊടുക്കുമ്പോഴേ അവൾക്ക് ഭയങ്കര പേടി പോലെ. എനിക്ക് തോന്നണേ പെട്ടെന്ന് പേടി അങ്ങ് ഓടി വന്നപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ ആള്. ഇന്ന് നിങ്ങൾക്ക് കാലത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇട്ടുതരാം. എന്നും നമ്മുടെ ഓരോ പണികൾ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ചീരിട്ട് കൊടുക്കാറ്. ഇന്ന് എനിക്ക് തോന്നി രാവിലെ തന്നെ ഇവർക്ക് ഇട്ട് കൊടുക്കാണ്. കാരണം ഇവർ ഭയങ്കര നിശബ്ദരായിട്ടിരിക്കുക. നമ്മൾ എത്ര പണികൾ കഴിഞ്ഞ് വരെ നോക്കിക്കൂട്ടെ ചില ദിവസങ്ങളിൽ. അപ്പം ഇന്ന് അവർക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതേ നിങ്ങൾക്കുള്ളത് ആദ്യം തരണ്ട. നിങ്ങൾക്ക് ആദ്യം തരാം. തരാം തരാം. തരാട്ടാ. വാ 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 ഒടിയോ ഒടിയോ എല്ലാവർക്കും തരാം. ഇന്നിപ്പോൾ രാവിലെ കഞ്ഞിക്ക് കാബേജാണ് അരിയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പയറിട്ടാ നോക്കിയേ. പയറുമൊക്കെ നന്നായിട്ട് പൂവും ചെറിയ ചെറിയ പയറുകളൊക്കെ ആയി തുടങ്ങിയതാ. എന്താ കുഴപ്പമില്ല. മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പയറിന് വല്ല കുഴപ്പം വരാവുന്നത്. കാരണം മഴ പെട്ടെന്ന് ഇടമഴ കിട്ടുമ്പോഴേ ഈ പയറുമൊക്കെ ഒരു കേടുവരും മണ്ടരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും വന്നില്ല ഭാഗ്യം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാക്കുകളിൽ വാരി വെച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ ചവറാട്ടാ. അടിച്ച് വാരി ചവറ് വെച്ച് നോക്കണതാണ് പച്ചക്കറികളുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഉണക്കച്ചാണ് ഇത്. പിന്നെ കോഴിക്കൂട് വൃത്തിയാക്കിയപ്പോൾ കുറച്ച് ഒരു കല്ല് വൃത്തിയാക്കിണ്ടായിരുന്നു. അപ്പം അങ്ങനെ കോഴിക്കാട്ടൊക്കെയാണ് ഈ വാരി വെച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് നോക്കി നമ്മുടെ ചോപ്പിച്ചീര. എന്നോട് ചോദിക്കാറുണ്ട് ചോപ്പിച്ചീര എങ്ങനെ ഇങ്ങനെ കൊമ്പ് ജില്ലയായിട്ട് വളർന്നു വരണേന്ന്. പക്ഷെ കതിര് വരാണ്ട്. പക്ഷെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഒരു ചെറിയതായിട്ടിരിക്കുമ്പോഴേ ഇപ്പം അറിയാം ഈ ഒരു ചോപ്പിച്ചീരത് എത്ര വലിപ്പമായ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് അരിഞ്ഞത്. ഇത് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ കൊമ്പും ജില്ലയും വന്നേക്കണേ. കതിരൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല ഇലകളാണ്. ഇത് പരിയാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളേക്ക് ആയിട്ട് ഇത് അരിഞ്ഞെടുക്കും. പിന്നെ നമ്മുടെ ഈ ചോപ്പ് ചീരയുടെ ഇടയിൽ നിൽക്കണ ഈ ഒരു ചീര നോക്കിയേ, പച്ചച്ചീര. ഹൈറ്റ് നോക്കി ഞാൻ 5 അടിയായിട്ടുള്ളത് ഹൈറ്റ് നോക്കിയപ്പോൾ. അത് മാത്രമല്ല പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത്രയും വലുതായി പോയിട്ട് പോലും ഇതും ഒരു കതിര് വന്നിട്ടില്ല. അതാണ് നമ്മുടെ ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളവിടെ കുറേ ഉണ്ടാവാറുണ്ട്. ഞാൻ പല വീഡിയോയിൽ ഓരോ കടകൾ കാണിച്ചു തരാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ചീര കട നോക്കിയാൽ കണ്ട. ഇപ്പോൾ ഇതുമതേ കതിരായി. ഞാനിതേപോലെ നന്നായി വലുതായി പോകണം ആ ചീരക്കടകളെ നമ്മൾ അരിയാണ്ട് നിർത്തും. ഇങ്ങനെ കതിരൊക്കെ വന്ന് കൊഴിയാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം നമ്മുടെ അവിടെ മുളച്ചിട്ടുള്ള ചീരക്കളൊക്കെ നല്ല സ്ട്രോങ് നല്ല വലിയ ഇലകളായിരിക്കും. പച്ചച്ചീരയുടെയൊക്കെ നമ്മൾ അരിയുമ്പോൾ കാണിച്ചിട്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നണം ഇതേപോലെ നിർത്തി ഇതിൻ്റെ കതിരൊക്കെ വീണിട്ട് മുളയ്ക്കുന്ന തൈകളാണ് അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാബേജ് അരിയാം. കാബേജിൻ്റെ അവിടേക്ക് വന്നപ്പോഴും നമുക്കറിയാട്ടതാ കണ്ട ഇതൊക്കെ ചീരയാട്ടാ. അവരൊക്കെ ഇങ്ങനെ നിർത്തി കൊടുത്തിട്ടുള്ളതാ കതിര് കൊഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതൊക്കെ കാബേജ് അത് കോളിഫ്ലവറൊക്കെ ആയിട്ടാ നിൽക്കണത്. ഞാനൊരു കാബേജ് അരിഞ്ഞെടുക്കട്ടെ. ഇതാ നമുക്ക് ആവശ്യത്തിന് വലിപ്പമുള്ള ഒരെണ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളൂ. ഇതാ ഈ ഒരു കാബേജൊക്കെ നോക്കി കണ്ട വലിയ കാബേജാ. ഇതൊക്കെ അരിയാറായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുക. മഴ നമ്മൾ ചതിക്കാന്നേ. ഇടമഴ കിട്ടണ കാരണം പെട്ടു പോവാ. പിന്നെ നോക്കി നമ്മുടെ റംബൂട്ടാൻ
റംബുട്ടാൻമേ നിറച്ച് പൂത്തു, കുറേ കായ ആയി തുടങ്ങി. പക്ഷെ എനിക്ക് എപ്പോഴും റംബുട്ടാൻ കായ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ പേടിയും കൂടുതലാണ്. കാരണം നമുക്കിപ്പോൾ തൊട്ട് ഈ അണ്ണാമാർ പച്ചയ്ക്ക് തന്നെ തിന്നാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് റംബുട്ടാൻ. അത് കാരണം അങ്ങനത്തെ ഒരു പേടിയുണ്ട്. വലയിടാൻ വേണ്ടി ഒരാൾ അന്വേഷിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ വലയിട്ട് നിർത്തണം. ഈ വട്ടമെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. ഈ റംബുട്ടാനും പൂത്തുണ്ട്, അതേപോലെ നമുക്ക് ബാക്കിൽ 2 റംബുട്ടാനുണ്ട്. ഒരെണ്ണം മഞ്ഞ. ഈ റംബുട്ടാൻ നല്ല വലിപ്പമുള്ളത്, നല്ല ക്വാളിറ്റിയുള്ള നല്ല റംബുട്ടാൻ ഇതുമത്തെ. പിന്നെ അവിടെയും 2 തൈമ് നിറച്ച് പൂത്തിട്ടുണ്ട്. കാബേജ് നോക്കി നമ്മൾ ഇതേപോലെ ചെറുതാക്കി നോക്കിയെടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് കഴുകി വാരി നമ്മൾ അതായത് റൊക്കെ മാറ്റിയെടുത്ത് നോക്കുകയാണ് ചെയ്യണേ. ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്കിതാ ചീനച്ചട്ടിക്ക് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നിട്ട് നമ്മുടെ മൺചീനച്ചട്ടി ആയ കാരണമായിട്ട് ഇതേപോലെ പുകയണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഇതാ 2 പച്ചമുളകും കൂടി നടുമുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ ഇതാ പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തീ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കാബേജ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കണേ. കാബേജ് ഇട്ട് കൊടുത്തതിലേക്ക് നേരിട്ട് നമ്മളിതാ 2 കതിര് കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത്രയും പോലെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്കിതിലേക്ക് ഇതാ ചെറുതായിട്ട് നുറുക്കിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ നുറുക്കിട്ട് കൊടുക്കാം. കാരണം ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊന്നും നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കണില്ല. കാബേജ് ഇട്ടതിന് ശേഷം മാത്രമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത്തിരി പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കാം. നമുക്കറിയാം കാബേജൊക്കെ എന്ത് വരുമ്പോൾ കുറയും. അപ്പോൾ ഇതാ എരിവിനനുസരിച്ച് ഞാനത് ഒരു 5-8 പച്ചമുളക് ആട്ടോ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ റൗണ്ടിലാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് നോക്കിയാൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ആയിരിക്കും കൂടുതൽ പേരും കാബേജ് തോരൻ വെക്കാമെന്നറിയാം. വലിയ സ്പെഷ്യലൊന്നുമില്ല, സാധാരണ വെക്കുന്ന രീതിയിൽ തന്നെയാട്ടോ ഞാൻ കാബേജ് തോരൻ വെക്കുന്നത്. പിന്നെ നമ്മുടെ കാബേജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വെള്ളം ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട് കാബേജിൽ. അപ്പം ഞാൻ മൂടി വെക്കില്ല, ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാട്ടോ വേവിച്ചെടുക്കുള്ളൂ. കാബേജ് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തീ ഒന്ന് കൂട്ടി വയ്ക്കും. കാരണം വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാബേജൊക്കെ ഒന്നായി വരുമ്പോഴേക്കും കണ്ട അങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ വെള്ളം വരുന്നേ ഉണ്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് മാത്രമായിട്ടോ നമ്മൾ കാബേജ് കഴിക്കുള്ളൂ, അല്ലാതെ കാബേജ് ഒന്നും മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാബേജ് കഴിക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വെള്ളം വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ 4 സൈഡിലേക്ക് ഞാൻ ഒതുക്കി വയ്ക്കും. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കും കേട്ടോ. ഇതാ നമ്മുടെ കാബേജ് തോരയിലത്തെ വെള്ളമൊക്കെ ഇതാ വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് നോക്കി ഒരു പിടി നാളികേരം ചെരിക്കെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കാബേജ് തോരൻ റെഡി. നാളികേരം ഇട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം നേരം ഒന്നും ഇളക്കില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യും. അപ്പോൾ ഇതാ കാബേജ് തോരൻ റെഡിയായി. ഇനിയിപ്പോൾ എന്താ കഞ്ഞി കുടിക്കണം. ഷായേട്ടൻ പറമ്പിലാണ് എന്താ പറയുക കുറേ പുല്ലൊക്കെ ഇപ്പോൾ വളർന്നുണ്ട്. അപ്പോൾ അത് കാരണം ഷായേട്ടൻ അവിടെ പുല്ല് ചേത്തലൊക്കെ ആയിട്ട് പറമ്പിലുണ്ട്. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഷായേട്ടനെ വിളിക്കുക. ഷായേട്ടൻ്റെ പണിസ്ഥലത്തേക്ക് പോകാറായിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ കഞ്ഞി കുടിക്കായിരുന്നു കേട്ടോ. ഗോതമ്പ് കഞ്ഞിയായിട്ടാണ് നമുക്ക് ഇന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കാബേജ് തോര. നമ്മുടെ വീട്ടിലത്തെ എന്ത് സാധനമായാലും രാവിലെ കഞ്ഞിക്ക് കിട്ടുമ്പോൾ അത് ഒരു നല്ലൊരു തന്നെയാണ്. പിന്നെ കറീനെ പറ്റി പറയാനൊന്നുമില്ല, എന്നത്തെ പോലും സൂപ്പർ തന്നെ. പേളിക്കുട്ടിയെ പേളിക്കുട്ടിയുടെ മക്കള് നോക്കിയേ. പേളിക്കുട്ടിക്ക് എന്തുമാതിരി റെസ്റ്റ് കിട്ടണമെന്നറിയോ. അവരിങ്ങനെ ഉറങ്ങുള്ളൂ കേട്ടോ കുറേ നേരം. പക്ഷെ നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ കിനികൾ ഓളിയുന്ന സൗണ്ടാ. പിന്നെ നമ്മുടെ പേളിക്കുട്ടിക്ക് എത്ര മക്കളാന്ന് അറിയണ്ടേ. അതായത് എത്ര മക്കളെന്നല്ല, എത്ര ആണാണ് എത്ര പെണ്ണാണെന്ന് അറിയണ്ടേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരെ ഞെട്ടിപ്പോയിട്ടാ ഇങ്ങനെ നോക്കിയപ്പോൾ. അത് ഞാൻ പിന്നെ പറയാൻ എന്താ കാരണം എന്നുള്ളത്, നമ്മുടെ പേളിക്കുട്ടിക്ക് 6 ആണും 1 പെണ്ണുമാണ് ഉള്ളത്.
അതായത് ഞെട്ടല കാരണം എന്ന് പറയുന്നത് ഇവിടെ ഷായായിട്ടുണ്ട് വീട്ടില്. ഇവിടെ അവർ സഹോദരങ്ങൾ 6 ആണും 7ാമത്തെ പെണ്ണാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇതിൽ 6 ആണും ഒരു പെണ്ണായി, ഇപ്പൊ 7ാമത്തെ ആയിട്ടാണ് അവള് വന്നിട്ടുണ്ടാവുക. അതൊന്നും അറിയില്ല കേട്ടാ. നോക്കിയേ ശുക്രു കുട്ടികളെ ഇപ്പൊ കാട്ടിയതാട്ടാ. നോക്കിയേ സുന്ദരനാ സുന്ദരൻ. അച്ഛടാ കണ്ടാ നല്ല വലിപ്പുണ്ട്, കണ്ണ് തുറന്നിട്ടില്ല. എല്ലാവരും നല്ല വലിപ്പുണ്ട് കേട്ടാ. ഫുഡ് അടിച്ച് എല്ലാവരും ഉറങ്ങാ. ഫുഡല്ല പാല് കുടിച്ചിട്ട് വലിയ ശല്യമൊന്നും ഇല്ലാതെ കാരണം പേളിക്ക്. ഇതേപോലെ ഇഴഞ്ഞഴിഞ്ഞ് നടക്കാറായിട്ടുള്ളോ. ഭയങ്കര രസം നോക്കിയിരിക്കാനായിട്ട് ഇവരുടെ. ഇതിപ്പോ ഞാൻ എടുത്ത കാരണം എണീറ്റ്, അല്ലെങ്കിൽ അവൻ ഉറങ്ങേണ്ടതാ. അപ്പൊ ഇതൊക്കെ ആട്ടോ പേളിയുടെ വിശേഷം. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. 6 ആണും ഒരു പെണ്ണെന്ന് അറിഞ്ഞപ്പോ. പേളിക്കുട്ടി പാപ്പൊക്കെ തന്നെ കുട്ടികളുടെ അടുത്ത് കിടന്നോട്ടാ. ഞാൻ ഏൽപ്പിച്ചു ഇപ്പൊ കുട്ടികളെ ചെന്നിട്ട്. അതപ്പോ ഉണ്ടായേ. നമ്മുടെ മുളക് ഇട്ടാ, മുളക് ഇതപ്പോൾ വീണ്ടും പൊട്ടിക്കാറ്. ഇപ്പോൾ നമ്മുടെ ഈ മുളക് എത്രാമത്തെ പ്രാവശ്യം നമ്മൾ പൊട്ടിക്കണേന്നും കൂടി ഒരു പിടുത്തില്ല. അത്ര അധികം പ്രാവശ്യം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് മുളക്. എന്താ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഇത് മാവിൻ്റെ അടിയിൽ നിൽക്കണോണ്ടുള്ളൊരു കുഴപ്പമാണ് കേട്ടോ ഉണ്ടായിക്കുന്നത്. ഈ ഇലയും വെക്കിക്കണ്ട നിറച്ച് പുള്ളിക്കുത്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കിയാൽ ഇത് മേലിൽ നിറച്ച് പൂവ്, ഇപ്പോഴും നിറച്ച് പൂവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവര്. അപ്പം എന്തായാലും ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഒരു ഭാഗത്ത് ഇങ്ങനെ പൊട്ടിക്കട്ടെ. ഈ ഒരു ഭാഗത്ത് തന്നെ തുടങ്ങാം പൊട്ടിക്കല്. മുറം താഴെ വെച്ചിട്ടേ അടിയിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടാൻ നല്ലത്. നമ്മുടെ മുളക് നോക്കിയാൽ അയ്യോ ഇത് കൊമ്പടക്കം പൊട്ടിപ്പോന്നു. കൊമ്പിന് തീരെ ബലമില്ല. അപ്പം അത് കാരണം നമ്മൾ പൊട്ടിക്കുമ്പോഴേ കണ്ട ഞാൻ ഇപ്പം മുറം താഴെ വെച്ചിട്ട് പൊട്ടിച്ചിട്ടിരുന്നത്. ഇതിപ്പോൾ മുറം ഇപ്പോൾ കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് തൊക്കത്ത് വെച്ച് ഇറങ്ങണോട് കൂടി 2 എണ്ണം കണ്ടപ്പോൾ പൊട്ടിച്ചപ്പോഴാട്ടോ ഇങ്ങനെ കൊമ്പായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ ഫുള്ള് പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ പുതിയ മുളകിൻ്റെ ടൈം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പഴുത്തിട്ടുണ്ട്, അതിന് പൊട്ടിച്ചെടുക്കാം കേട്ടാ. പിന്നെ അതേപോലെ അവിടുത്തെ പിന്നെ അത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാം നമുക്ക്. ഞാൻ ഉള്ളിൽ പതുക്കെ കിടക്കട്ടെ. ഇതൊക്കെ പുതിയ മുളകൻ തൈകളാട്ടാ. ഇതൊക്കെ ഉജ്ജല് തന്നെയാട്ടാ. ഇപ്പൊ പുതിയത് നമ്മുടെ പൊട്ടിക്കണത് ഇതാണ്. ചെറിയ കടകളാണ്, പക്ഷെ എന്നാലും കണ്ട നിറച്ചുണ്ടാവുന്നുണ്ട്. ഈ ചെറിയ കടയായിരിക്കുമ്പോൾ തന്നെ ഇവരുണ്ടായി തുടങ്ങും. പിന്നെ നന്നായിട്ട് കൊമ്പൻ ജില്ലയുടെ കൂടുതൽ വരിക. നന്നായിട്ടുണ്ടാവണം മുളക് കഴിഞ്ഞാൽ. ഇത് പച്ചയായിരിക്കുമ്പോൾ കളർ വേണ്ട, ഒരു പിസ്ത കളർ പോലെ ഇരിക്കും. ഏറ്റവും കൂടുതൽ ടൈം വേണ്ടതായിട്ട് നമുക്ക് മുളക് പൊട്ടിക്കാനാണ് ടൈം കൂടുതൽ വേണ്ടി വരിക. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി അവിടുത്തെ മുളക് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അത് ഈ സ്റ്റെപ്പ് പൊട്ടിക്കോട് കൂടിയിട്ട് തന്നെ നമുക്കത് ഇനി പുതിയത് നടേണ്ടി വരും, പറിച്ച് കളയണം. പിന്നത്തെ നമ്മുടെ മുളക് ഇതാണ് കേട്ടാ. ഈ മുളക് ഞാൻ വീണേനെ എന്തോരം മുളക് കിട്ടി നോക്കണേ. നമ്മുടെ ഫസ്റ്റിൽ കാണുമ്പോൾ പറയാം അത്രയും നമ്മുടെ മുളക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതിങ്ങനെ ഫുള്ള്, കാരണം ഒരു 200 തൈയായിരുന്നു നമ്മളോട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയധികം മുളക് കിട്ടിയിട്ടുണ്ട്. ഈ മുളകാണ് കേട്ടോ നമ്മൾ ഈ ഒരു വട്ടം കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുമെന്ന് ഉണ്ടായി ഇനി ഇതേപോലെ ഉണ്ടായി കിട്ടില്ല. എല്ലാം ഇങ്ങനെ കുറച്ച് പച്ചകളൊക്കെ നിൽക്കേണ്ട അവർ പഴുത്ത് കിട്ടുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കടകളൊക്കെ നമ്മൾ കളയുള്ളൂ. ഇനി ഈ വട്ടം മുളക് പൊട്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരെഴുത്തുനിന്ന് പൊട്ടിച്ചു തുടങ്ങാം.
നോക്കിയേ, ഇത്രയും മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തു കേട്ടാ. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളിതെല്ലാം കളയൂട്ടാ. കാരണം ഇനി ഇവരെ നിർത്തി നമ്മൾ നനച്ച് നോക്കണേനുള്ള അത്രയും മുളക് നമുക്ക് ഇനി പൊട്ടിക്കാൻ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കളയണത് കേട്ടോ. എന്നിട്ട് വേറെ പുതിയത് ഇപ്പം മുളക് നട്ട് അതേ സെയിം സ്ഥലത്ത് നമ്മൾ മുളക് തന്നെ വെച്ച് കൊടുക്കില്ല, വേറെ എന്തെങ്കിലുമാണ് ആദ്യം ഇവിടെ നട്ടു കൊടുക്കുള്ളത്. നമ്മുടെ മുളക് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടുത്തെ പറമ്പിൽ കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാനുണ്ട്, അതുകൊണ്ട് പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറാം. കത്തിയെടുക്കട്ടെ. ഇതാ ചാർലിക്കുട്ടാ, വെയില ഇവിടെ എന്തൊരു വേഗം വെയിലാവണേ പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴേക്കും. ഒരു കോളിഫ്ലവർ പൊട്ടിക്കാട്ടാ. നോക്കിയേ, എന്താ ഇനി നമുക്ക് പൊട്ടിക്കാനുള്ളത്. ഡാ എൻ്റെ ഉള്ളിൽ നട്ട സ്ഥലം അത്, നീ എവിടെ കയറിക്കണേ? അങ്ങോട്ട് ഇറങ്ങി കിടക്കടാ. അങ്ങനെ ഇല്ല വാ. ഇനി നമുക്ക് പടവലങ്ങ കേട്ടോ പൊട്ടിക്കാനുള്ളത്. ഡാ പടവലങ്ങ പൊട്ടിക്കണേക്കാളും മുന്നേ നമ്മുടെ നോക്കിയ പജ്ജിമുളക് പൊട്ടിക്കാം നമുക്ക് ആദ്യം. പജ്ജിമുളക് നമ്മൾ പൊട്ടിക്കാൻ വൈകപ്പളേ പഴുത്തു. നോക്കിയേ, എന്താ പഴുത്തത് അവിടെ നിൽക്കട്ടെ അല്ലേ, നമുക്ക് മുളപ്പിക്കാൻ പറ്റുമോ നോക്കിയല്ലോ. തന്നെ കൊഴിഞ്ഞിട്ടുണ്ടാവാറുണ്ടല്ലോ. ചെറിയ കടയമേലും പജ്ജിമുളക് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇതിന് മുന്നേ അത് ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പടവലങ്ങ. നോക്കിയേ, ഇത് നമ്മുടെ പടവലങ്ങ കുഞ്ഞ് പടവലങ്ങ കേട്ടാ. അത് കാരണം നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ടായാൽ ഇപ്പോൾ ഒരു പരിപ്പും പടവലങ്ങയ്ക്കും കൂടി ഒരു കറി വയ്ക്കുകയാണെങ്കിൽ ഒരെണ്ണം മതി. ഇപ്പോൾ നേരെ മറിച്ച് നമ്മൾ മറ്റേ മെഴുക്ക് പൊട്ടിക്കുകയാണെങ്കിൽ 2 എണ്ണം പൊട്ടിക്കണം കേട്ടാ. ഇപ്പോൾ അതിന് മുകളിൽ നോക്കിയേ, എന്താ മാക്സിമം ഇത്ര വലുതാവുള്ളൂ. ഇതേ ഇത്തിരി കൂടി വണ്ണം വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടാ. അപ്പോൾ നമുക്ക് 3 എണ്ണം പൊട്ടിച്ചെടുക്കാം. എന്താ ചാർലി ആ ചോള നട്ടോടത്തൊക്കെ കിടന്ന് നടക്കാവേ. എടാ കുട്ടി കുറുമ്പുകൾ കാട്ടിയിട്ട് ഇനി നമ്മുടെ ബ്രോക്കോളിനാട്ടോ പൊട്ടിക്കാനുള്ളത്. എടാ നോക്കി നടക്കടാ, ഓരോ നട്ടോടത്ത് ചവിട്ടല്ലടാ. നീ പറമ്പേ വരുമ്പോൾ എനിക്ക് അതാ പേടി. ഓ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായ പോലെ ഇതാ പോണൊരു പോക്ക്. ബ്രോക്കോളി നമുക്കൊരു 3 എണ്ണം പൊട്ടിക്കാട്ടാ. നല്ല ടേസ്റ്റാട്ടാ ബ്രോക്കോളി. നമ്മൾ കോളിഫ്ലവർ കഴിക്കുന്ന പോലെ ഒന്നല്ല, വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ബ്രോക്കോളിന്. ബ്രോക്കോളിൻ്റെ അത്യാവശ്യം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. എന്താ സലാഡൊക്കെ ആക്കി കഴിക്കാനും ഒക്കെ നല്ലതാ. എനിക്ക് ആദ്യം ബ്രോക്കോളി എങ്ങനെ വെക്കാമെന്നൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പിന്നെ വെച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും ഇതേപോലെയാണ് വെക്കുക, അധികം വേവിക്കൊന്നും വേണ്ടാന്നൊക്കെ മനസ്സിലായത് അപ്പോഴാണ്. 3 എണ്ണം നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും പച്ചക്കറി നമ്മൾ പൊട്ടിച്ചെടുക്കണുള്ളൂ കേട്ടോ. ഇനി വീട്ടിൽ പോകും. എന്തേ ഓ നല്ല വെയിലേ. അപ്പം ഞാൻ മുളക് ഇപ്പം തന്നെ വെയിലത്തിടുകയും ചെയ്യാം. ഇതവിടെ കൊണ്ടാക്കിയിട്ട് ആദ്യം
2 ചൂല് വേണം നമുക്ക് അടിക്കണമെങ്കിലേ. പുല്ലിലത്തെ കരട് ആദ്യം അടിച്ചെടുക്കണം, എന്നിട്ട് മുളക് ഉണക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുമിക്ക് മുഴുവൻ കരട് വീഴും. ഇപ്പോഴത്തെ തോന്നണേട്ടാ, വീട് പണ്ടപ്പോഴേ നമ്മൾ ഏറ്റവും മുകളിൽ ഷീറ്റ് അടിച്ചല്ലോ. അങ്ങനെ ഷീറ്റ് അടിക്കാത്തൊരു ഭാഗം ഉണ്ടതായിരുന്നു, ഇങ്ങനെ ഉണക്കാനും എടുക്കാനൊക്കെ ആയിട്ടൊരു ഭാഗം. ഇത് ഫുള്ള് അടിച്ച കാലം മുകളിൽ ഇടാൻ പറ്റില്ല, ഇവിടെ തന്നെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. മുളകാണെങ്കിലോ അപ്പാപ്പ ഉണക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു വെള്ള കളർ കയറുകയും ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ചൂലുകൊണ്ട് സുഖമായി അടിച്ചെടുക്കാം. ഇന്നിപ്പോഴേ രാവിലെ കാറ്റുണ്ടായിരുന്നു, അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, വെയിലാകുമ്പോഴേക്കും മുളക് പൊട്ടിക്കാന്ന് വെച്ചിട്ട് അടുക്കളയിലത്തെ പണി കഴിഞ്ഞാൽ വൈകി നേരെ പോയി നമ്മൾ മുളക് പൊട്ടിക്കാനാണല്ലോ. അത് കാരണം അടിച്ചു വരാൻ നേരം വൈകിയത്. പിന്നെ പഠിച്ചു വരിയിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം ഇത്തിരി കാറ്റ് അധികം കാറ്റ് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് വലിയ കരട് വീഴില്ല. ഇവിടത്തെ വെയിൽ ഇപ്പം നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും. നമ്മൾ ഒരു സ്റ്റെപ്പ് പൊടിപ്പിക്കാൻ കൊടുത്തുട്ടാ. ഇതൊക്കെ എന്ന് പറയണ പോലെ പൊടിപ്പിക്കണ വരെ ഞാൻ ഉണക്കിക്കൊണ്ടേയിരിക്കും. ഈ മുളക് നമ്മുടെ ഇന്നത്തെ അത് നന്നായിട്ടൊരു ഇത് ഉണക്കായി. അതിനേക്കാളും കുറച്ച് ഉണക്കം കുറവ്. ഇത് നമ്മുടെ ഇന്ന് പൊട്ടിച്ചോണ്ടുന്നത്. എനിക്ക് കുറച്ച് ചെടി വയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെ മുന്നേ മണ്ണടിച്ചിട്ടിട്ട് ഇത് ഇവിടെ ഇത്തിരി കൂടുതൽ മണ്ണിട്ടുണ്ട്. ഇങ്ങനെ നിരപ്പായി കിടക്കുകയാണ്, നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ കോരിയെടുക്കാവുന്ന പോലെ ആയിട്ട് നല്ല പൊടി മണ്ണാണ്. അപ്പോൾ കുറച്ച് ചെടി വെക്കണം. ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചെടി നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, വലിപ്പമുള്ള ചെടി. അത് വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലകൾ ഒരു കാരണവശാലും ഞാൻ നശിപ്പിച്ച് കളയില്ല. കാരണം എന്താണെന്നറിയും, ഈ ചെടി മേടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ വില അറിഞ്ഞത്. പണ്ടൊക്കെ നമ്മുടെ വേലി വശത്ത് വെറുതെ നിന്നിരുന്നതാണ്. പക്ഷെ അതിപ്പോൾ ഹൈബ്രിഡ് എന്ന രീതിയിൽ അവർ വെട്ടി ചെറുതാക്കി നല്ല ഭംഗിയാണ്. വളർന്നു വരുമ്പോൾ നല്ല ബൊക്ക പോലെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ ബാക്കിലത്തെ ചെടി അങ്ങനെ തന്നെയാട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല വലുപ്പമായി. അന്ന് ആ ചെടിക്ക് ഞാൻ നഴ്സറിയിൽ ഇങ്ങനെ നിൽക്കാണ്ടിട്ടേ വില വെച്ചപ്പോൾ 2000 രൂപ പറഞ്ഞത്. അതിന് ശേഷം എപ്പോൾ വെട്ടണു ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ ആ ചട്ടിയിലൊന്ന് വെച്ച് പിടിപ്പിക്കണം. പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ആർക്ക് ഇങ്ങനത്തെ എല്ലാ ചെടികൾക്ക്, പൂവുണ്ടാവുന്ന ചെടികൾക്ക് മാത്രമാണ് ഞാൻ അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം പൂവുണ്ടാവാൻ വേണ്ടിയിട്ട്. ബാക്കി ഇവർക്കൊന്നും അങ്ങനെ വളമൊന്നും ഇട്ട് കൊടുക്കില്ല. ഇങ്ങനെ വെക്കുമ്പോൾ അത്യാവശ്യം ചവറിടും, പിന്നെ കുറച്ച് ചാളപ്പൊടി ഇട്ട് മണ്ണൊന്ന് മിക്സ് ചെയ്തിടും. അത്രേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാനിത് കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് അതിലേക്ക് ഇത് ഇത്രയും ചാണകപ്പൊടി ഇടും. പിന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ നേർപ്പിച്ചത് എല്ലാ ചെടികൾക്കും ഒഴിക്കണ സമയത്ത് ഇത്തിരി ഇവർക്കും ഒഴിച്ച് കൊടുക്കും. അത്ര തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. ഒന്ന് രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണും ചാണപ്പൊടിയും ഒക്കെയും കൂടി എല്ലായിടത്തേക്കും ഓരോപ്പോലെ തന്നെ ആയി കിട്ടും നമുക്ക്.
ഇത്രയാണ് ചെയ്യാറ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗട്ടാ എപ്പോഴും ഭയങ്കര തണലാണ്. നമുക്ക് ഏത് ഉച്ച നേരത്ത് വന്ന് പോലും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എൻ്റെ ചെടികളൊക്കെ സാധാരണ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ കുറച്ച് ചവറിൻ്റെ ആവശ്യമുണ്ട്. ഇന്നാളെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ ചവറൊക്കെ ഇവിടെ തടിച്ച് വാരി ചാക്കിൽ വാരി വെച്ചത്. അത് കാരണം ഇവിടെ വലിയ ചവറൊന്നുമില്ല. നമ്മുടെ റംബുട്ടാൻ്റെ കടക്കിൽ വേണ്ടാതെ എടുക്കണ്ട, ഞാൻ അവിടുത്തെ ചാക്കിൽ നിന്ന് വാരി വെച്ച് തന്നെ കുറച്ചെടുത്ത് കൊണ്ടുവരാം, അത് നല്ലത്. എടുത്തിട്ട് വരട്ടേട്ടാ. ആദ്യം ഞാൻ ചട്ടിയിൽ ആദ്യം കുറച്ച് ചവറിടും. കിട്ടിയാൽ മതിയായിരുന്നു, കിട്ടി. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാൽ മണ്ണ് കുറച്ച് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കും. അധികം ഇട്ട് കൊടുക്കില്ല കേട്ടാ, കുറച്ച് ഈ ഒരു നിരപ്പിലിട്ട് കൊടുക്കുള്ളൂ. ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ പകുതിയോളം ഈ ഒരളവിലാണ് വയ്ക്കുള്ളൂ. ഞാനുണ്ടല്ലോ ഈ ചെടി ആകെ മേടിച്ചത് 4 എണ്ണ കേട്ടാ. അതും അന്ന് 2000 രൂപ പറഞ്ഞ ചെടി മേടിച്ചില്ല, 100 രൂപയുടെ ചെറുത് കിട്ടി. അങ്ങനെ 4 എണ്ണ മേടിച്ചോളുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട് മുന്നേ വീഡിയോയിൽ. അതിൽ നിന്ന് വളരുന്നത് വെട്ടി വെച്ച് ഇപ്പോൾ ഒരു നമ്മുടെ പടിയിൽ അവിടെ നിന്ന് ഒരു കുറച്ച് ഭാഗം ഫുള്ള് വെച്ചിട്ടുണ്ട്. ഒരു 25 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെയാണിത് അങ്ങനെ. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ്. പക്ഷെ നല്ല വെയിൽ വേണം കേട്ടോ. ഇപ്പം ഞാനിത് വെക്കാൻ പോകുന്ന സ്ഥലത്ത് വലിയ വെയിലൊന്നുമില്ല, ഒരു കുറച്ച് സമയത്തുണ്ട് വെയിലേ കിട്ടുള്ളൂ. എങ്കിലും പിന്നെ അത് കളയാനുള്ള തോന്നണില്ല. എന്നിട്ടല്ലേ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കും ചട്ടിമിക്കുക, ഒരു ഭംഗിയിലുണ്ടാവുമല്ലോ. കാരണം നല്ല വെയിലത്ത് നിൽക്കണമെങ്കിൽ 3 സ്റ്റെപ്പാണ്. ആദ്യമൊരു ബ്രൗൺ കളറ്, പിന്നെ ഒരു അതിനേക്കാളും ഒത്തിരി കൂടി ഒരു ലൈറ്റ് കളറിൽ, പിന്നെ ഒരു മഞ്ഞ കളർ, അങ്ങനെ 3 കളറായിട്ട് നിൽക്കുക. നേരെ ഈ ഒരു ചെടിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അടിയിലൊരു ബ്രൗൺ കളർ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഡാർക്ക് കളർ, പിന്നെ വരുന്നതാണ് ഈ കളർ, പിന്നെ വരുന്നതാണ് ഈ കളർ ഇട്ടാ. ഇങ്ങനെയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതാ ചെടി വെക്കൽ കഴിഞ്ഞു. ഇനി ഒന്ന് നനച്ചു കൊടുത്ത്, ഇവിടെ വെച്ച് നനയ്ക്കില്ല, അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് നനയ്ക്കുള്ളൂ. നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഡാലിയ സാബുവിൻ്റെ മകൻ അബയുടെ ബർത്ത്ഡേ ആണ് മാർച്ച് 21-ാം തീയതി, അതായത് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അബയ്ക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. അതേപോലെ തന്നെ ഡാലിയ സാബുവിൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 24-ാം തീയതി. അപ്പോൾ മാർച്ച് 24-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണ ഡാലിയ സാബുവിന് അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. ഗീതകുമാരി ജി, ഹായ് ഗീതച്ചി. സിമി ജോൺസൻ്റെ മകൻ അലനാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഹായ് അലൻ. ഫാത്തിമ നാജ, ഹായ് ഫാത്തിമ. പഞ്ചമിയുടെ മകൾ മാളുട്ടിക്കാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഹായ് മാളുട്ടി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകാട്ടോ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ബജ്ജി ആട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നുള്ളത് നമ്മുടെ പറമ്പിൽ നിന്ന് ആ പൊട്ടിച്ചിട്ടുള്ള നമ്മുടെ ബജ്ജി മുളക്, അതേപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ, പിന്നെ നമ്മുടെ പടവലിങ്ങ, പിന്നെ നമ്മുടെ ബ്രൊക്കോളി. ബ്രൊക്കോളി അത്യാവശ്യം നീളത്തിലും അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ 2 പ്രാവശ്യം ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി വെറൈറ്റി ടേസ്റ്റായിട്ട് ഇന്ന് ഉണ്ടാക്കണം നമ്മുടെ ബജ്ജി. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കിയാൽ കടലമാവ് കേട്ടോ. കടലമാവ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു
ഇപ്പോൾ ഒരു 300 ഗ്രാമിൻ്റെ അവിടേക്കാണ് ഞാൻ കടലമാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര അളവെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എല്ലാത്തിനും കുറേശ്ശെ എടുത്തു പോകണം. ഓരോന്നും നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കടലമാവ് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 5 മുളക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര അളവെന്ന് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കടലമാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ മല്ലിയില, പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില. പിന്നെ നമുക്കതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാട്ടോ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് മുളക് പൊടി ഇതാ ഏതാണ്ട് ഒരു ടീസ്പൂണിനും പിന്നെ ഒരു തുണ്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി എരിവൊക്കെ ഉണ്ടായോട്ടെ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടി കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിടുക. ഇപ്പം ഞാനിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാവൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കായപ്പൊടി എഴുതാ കായപ്പൊടി ഇടണട്ടെ, എങ്കിലാണ് നമ്മുടെ ബജ്ജിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കടലമാവിൽ പെട്ടെന്ന് വെള്ളം പിടിക്കും, അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. മാവ് കൂടുതൽ അഴഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ നോക്കിയേ ഇതേപോലെ ആട്ടോ നമ്മൾ മാവ് കലക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടി വേണം കേട്ടോ, എങ്കിൽ മാത്രമാണ് നമ്മൾ മുളകും ഒക്കെ ഇതിൽ മുക്കുമ്പോൾ മാവ് അതുമ്പോൾ പിടിക്കുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നോക്കിയാൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിതാ ടൊമാറ്റോ സോസ് ആട്ടോ, ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കേട്ടോ, ഒരു ടീസ്പൂൺ അത്രയും വയ്ക്കാം നമുക്ക് ടൊമാറ്റോ സോസ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോഴേ പിന്നെ നീട് നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, വെറുതെ കഴിക്കാം. ഇങ്ങനൊരു മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ മാവ് ഇതാ റെഡിയായി. ഇനി നമുക്കിതാ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് കയറ്റാം. പാനല്ല, ഒരു കടായി. ഈ കടായിലേക്ക് നമുക്കിതാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബജ്ജി മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ട ഇതേപോലെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മുളക് കേട്ടോ. അപ്പോൾ മുളകിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. മുളകിന് നമ്മളിതാ നടു പൊളിച്ചിട്ട് അത്യാവശ്യം കുറച്ച് കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മുളക് നമുക്കിതിലേക്ക് ഇങ്ങനെ മുക്കാം. കണ്ട നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ മുളകുമ്പോൾ മാവ് പിടിച്ചു. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. മുളകൊക്കെ ഒരുമിച്ചിടാൻ പറ്റി. മുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. മുളക് ഇടണ വരെ തീ നല്ല ചൂട് വേണം. ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ വെളിച്ചെണ്ണ എടുത്തിട്ട് മുളകിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമുക്കിപ്പോൾ മുങ്ങിക്കിടക്കാൻ മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ മുങ്ങിക്കിടക്കാൻ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നന്നായി. ഇതിപ്പോൾ ഞാനങ്ങനെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വെളിച്ചെണ്ണ പോവും. അപ്പോൾ അത് കാരണമാണ് ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു. പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി നമ്മളല്ലെങ്കിൽ അത്രയും വെളിച്ചെണ്ണ നമുക്ക് ബാക്കിയാവില്ലേ. ഇനി നമുക്കുണ്ടല്ലോ ഇത് മറിച്ചിടാം കേട്ടോ. മുട്ടി കെടുക്കണ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. നോക്കിയേ ബജ്ജിയുടെ കളർ ഇതേപോലെ വരും കണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റാം പാത്രത്തിലേക്ക്. ഇതേപോലെ വെളിച്ചെണ്ണയ്ക്ക് വാർന്ന് പോണ ഒരു അരിപ്പ പാത്രത്തിലേക്കായിട്ട് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ബ്രൊക്കോളി കേട്ടോ. ബ്രൊക്കോളിൻ്റെ തണ്ട് നല്ല എന്താ പറയുക നീളത്തിലൊക്കെ ഇങ്ങനെ എടുക്കാട്ടോ നമുക്ക്.
കോഴിക്കാല് പോലെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ബ്രൊക്കോളിനും ഇട്ടുവിട്ട് നമ്മൾ എല്ലാതും ഓരോ സ്റ്റെപ്പ് ഇടാവുന്ന രീതിയിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യം തീ കൂട്ടി വയ്ക്കുക, എന്നിട്ട് ഇതിട്ട് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കുക കേട്ടോ. ഞാനിതപ്പോൾ തീ കുറച്ച് വയ്ക്കുകയാണ്. ഇതാ നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. നോക്കിയേ എന്ത് രസമാണ്. ഇതിപ്പോൾ മറിച്ചിടുമ്പോൾ ഒട്ടി എടുക്കണമെന്ന് നോക്കണ്ട, നമുക്ക് മറിച്ചിട്ട് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് വെടിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മറിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്കിങ്ങനെ വെടിയിക്കാൻ പതുക്കെ. ഇപ്പോൾ ധൃതി പിടിച്ച് വെടിയിക്കാനൊന്നും നിൽക്കണ്ട. ഇതാ ഒന്ന് മൊരിഞ്ഞ് വന്നു. അപ്പോൾ നമുക്ക് നോക്കിയേ ഇതേപോലെ കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, കൂട്ടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ ഈ ഒരു സമയത്തായിട്ട് നമ്മൾ വെടിയിക്കുക. ഇങ്ങനെ വിട്ടുവരും കണ്ട. ഒരു ആവി കയറിയാൽ മതി നമ്മുടെ ബ്രൊക്കോളിനൊക്കെ വേവാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കോളിഫ്ലവറൊക്കെ മറ്റേ നമ്മൾ 65 ഒക്കെ ഉണ്ടാക്കില്ലേ ആ രൂപത്തിലിട്ടാ. ബജ്ജി ഉണ്ടല്ലോ, ഏത് പച്ചക്കറികൾ കൊണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാട്ടെ. ഇന്ന പച്ചക്കറി മാത്രം ഉപയോഗിച്ചിട്ടുള്ളോ അങ്ങനെയൊന്നുമില്ല ബജ്ജിക്ക്. ഇത് നമ്മൾ മുന്നത്തെ പോലെ തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഇട്ടു. നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതാ തീ കുറച്ച് വെക്കാട്ടോ ചെയ്ത് നോക്കണേ. തീ കുറവിൽ എന്നെ വേവിച്ചെടുക്കണം. അത് നന്നായി തീ കുറഞ്ഞെന്ന് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം. പക്ഷെ അപ്പം തന്നെ വീണ്ടും കുറച്ച് വെച്ചോളൂ കേട്ടോ. നോക്കിയേ കണ്ട, ഇത് ഇങ്ങനെ ഒരു കളർ വരും. ആ സമയത്ത് ഇതാ നമുക്ക് മറിച്ചിടാം കേട്ടോ. എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് ബജ്ജിക്ക്, ഓരോ കളറായിരിക്കും. കാരണം ഓരോ സെയിം ആവാണ്. അപ്പം അതേപോലെ തന്നെ ആയി വരുമ്പോൾ ഓരോ സെയിം കളറും ആയിരിക്കും കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയും റെഡി ആയിട്ടാ. ഇനി നമ്മുടെ പടവലങ്ങ തീ ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ശ്രദ്ധിച്ചോളൂ, തീ നല്ല ചൂടിലിരിക്കണം ഫസ്റ്റിലിടുമ്പോൾ. പടവലങ്ങ ബജ്ജി ഞാൻ ഇതിന് മുന്നേ ഒട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിലിടാണ്. പതുക്കെ അവിടേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കാത്തിരിക്കണമല്ലോ. തീ ഒന്ന് ഇതാ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. നമ്മുടെ പടവലങ്ങ ഇതാ നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. തീ കുറവിൽ തന്നെ ഇട്ടിട്ടായിട്ട് നമ്മൾ പടവലങ്ങ വേവിച്ചെടുക്കണത്. നമ്മുടെ ഇതാ ബജ്ജി ലാസ്റ്റത്തെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു.
പടവലങ്ങ ബജി ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. ഇങ്ങനെ റിങ് പോലെ കിടക്കുമല്ലോ. ഇനി ബജികളൊക്കെ തിരിച്ച് വെക്കട്ടെ, എങ്കിലല്ലേ അറിയുള്ളൂ. നീളത്തിലിരിക്കുന്നത് നമ്മുടെ ബ്രൊക്കോളി, നമ്മുടെ മുളക്, നമ്മുടെ പടവലങ്ങ, നമ്മുടെ കോളിഫ്ലവർ. ഈ എല്ലാത്തിനും മാവ് ഒന്നാണെങ്കിലും കഴിക്കുമ്പോൾ ഓരോന്നിനും വെവ്വേറെ ടേസ്റ്റാട്ടോ. അത് കാരണം എന്ത് പച്ചക്കറികൾ കിട്ടിക്കോ നമുക്ക് ഇതേപോലെ ബജ്ജി നമ്മുടേതായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. ഇപ്പം ഞാൻ തക്കാളി സോസ് ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞാനൊന്ന് നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറിനെ വിളിച്ചിട്ട് വരട്ടെ. ഇന്നത്തെ നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൺമണി ഉണ്ട്. കൺമണി കുട്ടി സ്കൂളിൽ വിട്ട് വന്ന നേരം കട്ടൻ ചായ എടുത്തു അല്ലേ കൺമണി കുട്ടി? കൺമണിക്ക് ഏതാണ് ചിക്കൻ കാലും മതിയാ? ചിക്കൻ കാലും ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു കൺമണി കുട്ടിയോട്. ചിക്കൻ കാലം അല്ലാത്ത കൺമണി കുട്ടി അത് നമ്മുടെ ബ്രൊക്കോളിനാണ്. ഇതാണ് കൺമണി കുട്ടിയെ ബ്രൊക്കോളി. കണ്ടാ പിടിച്ച കൺമണി കുട്ടി? അച്ചാച്ചനെ നോക്കിയേ, അച്ചാച്ചൻ്റെ എപ്പോഴും ടേസ്റ്റ് പറയും. അടിപൊളി കേട്ടാ കൺമണി കുട്ടി. കൺമണി കുട്ടി ടേസ്റ്റ് പറഞ്ഞേ. ടേസ്റ്റ് ഉണ്ട്, ആ നല്ല രസാ. ശരിക്കും എങ്ങനെയത്തെ ഒരു ബജിക്ക് ഒരു കട്ടൻ ചായ അടക്കം വേണം. എന്താ വീഡിയോ പിടിക്കണ നമ്മുടെ മോനെ കൊതി വന്നിട്ട് നോക്കിയേ. കൺമണി കുട്ടിയെ ചേട്ടന് കൊതി വരണ്ട കുട്ടി ചേട്ടന് പടവലം. ഒരു വ്യത്യസ്തമായ രുചികൾ തന്നെയാട്ടാ. ശരിക്കും അത്യാവശ്യം എരിവൊക്കെ ഉള്ള കാരണം ചമ്മന്തി വേണമെന്നില്ല കേട്ടോ. മുന്നേ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ സോസിലൊക്കെ മുക്കി കഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇല്ല കൺമണി കുട്ടിക്ക് സോസ് വേണം. ഇതകത്ത് വരിയിട്ട് തന്നാൽ മതി. ഇനി നമുക്ക് ബൈ പറഞ്ഞതിന് ശേഷം കൺമണി കുട്ടിക്ക് സോസ് വേണമെന്നാ പറയണേ, കൊടുക്കണം. നിർത്തല്ലേ? അപ്പൊ എല്ലാവരും ചെയ്തോളാം. അത്ര എളുപ്പമുള്ള നമ്മുടെ പാചകം. കോളിഫ്ലവർ അതിൽ നല്ല ടേസ്റ്റ് ആട്ടാ. മുളക് ബജി എല്ലാം നല്ല രസം കഴിക്കാം. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്തിട്ടാ.